നമസ്കാരം. നയന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്ലാസോ പാൻറ്റ് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് തുണി നീളത്തിൽ ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കി നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നീളം എത്രയാണോ വേണ്ടത്, നീളം പ്ലസ് മുകളിൽ ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് മടക്കി തയ്ക്കാനും താഴെ ഭാഗം മടക്കി തയ്ക്കാനും തുണി വേണം. എനിക്കിവിടെ തുണി കുറവായതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും എടുത്തിട്ടാണ് ഇത് തയ്ക്കാൻ പോണത്. അപ്പോൾ തുണി കുറവാണെങ്കിൽ ഇതേപോലെ തയ്ക്കാം. മുകളിലും താഴെയും തുണി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടത്. ഇനി വേണ്ടത് ഹിപ്പിൻ്റെ 1/4 പ്ലസ് 2 ഇഞ്ച് മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്തു. ആ പോയിൻ്റിൽ നിന്ന് താഴെ ഭാഗത്തേക്ക് ഹിപ്പിൻ്റെ 1/4 പ്ലസ് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഈ പോയിൻ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതൽ ഹിപ്പിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഹെവി സൈസ് ആണെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് 3.5 ഇഞ്ചൊക്കെ ഇവിടെ ഇതേപോലെ മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ 4 ഇഞ്ചാണ് താഴെ ഭാഗത്ത് ക്രോച്ച് ഏരിയ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ വരച്ചിട്ടുള്ളത്. ഇനി മോൾ ഭാഗത്തുനിന്ന് ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ചോളം അളവെടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ക്രോച്ച് ഏരിയ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അധികം കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല. കുഴിച്ച് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ വലിവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 3 ഇഞ്ച് കട്ട് ചെയ്താൽ മതിയാവും. 3 ഇഞ്ച്. ഇനി താഴെ ഭാഗത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് വലിപ്പം, ഇത് ലൂസ്, അതുപോലെ ഇതുപോലെ ലൈൻ മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ 2 പോയിൻറ്റുകളും ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് തന്നെയായിട്ടാണ് കട്ട് ചെയ്യാൻ പോണത്. അതിന് ശേഷം ഇനി ചെയ്യണത് ഈ ഭാഗത്ത് മടക്ക് ഭാഗമാണ് കേട്ടോ അത്. ഈ ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ഭാഗത്ത് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്ക് ഭാഗം കുറച്ച് മുകൾ ഭാഗത്തേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ടിനേക്കാളും ബാക്ക് സൈഡ് ഇതേപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ സൈഡിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് നേരെ മുകളിലേക്ക് ലൈൻ വരച്ചു കൊടുക്കാം. അതിന് ശേഷം ഈ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇപ്പോൾ ഫ്രണ്ട് ഭാഗം കുറച്ചൊന്ന് താന്നിരിക്കും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഇതേപോലെ ഈ ലൈനിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രണ്ടിൽ മാത്രം കട്ട് ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ ഈ ഭാഗത്തും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഈ മോൾ ഭാഗത്തിരിക്കുന്ന പീസ് നമ്മൾ ഫ്രണ്ട് ഭാഗമായിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം ഒരു 3-4 ഭാഗത്ത് ഇതേപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് മറക്കാതെ ഒന്ന് ചെയ്യണേ. അപ്പോൾ അതിന് ശേഷം ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് എല്ലാ പോയിൻറ്റുകളും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ ഡ്രസ്സ് തയ്ക്കാനുള്ളത് മെറ്റീരിയൽ വാങ്ങിച്ചപ്പോൾ ഇതിന് കുറച്ച് നീളം കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ തുണി വെച്ച് താഴെ മുകളിലും മടക്കാൻ വേണ്ടി വെക്കുന്നത്. ഇനി ഇതാ ബാക്ക് സൈഡാണ് ആദ്യം കട്ട് ചെയ്യണത് കേട്ടോ. ബാക്ക് സൈഡ് ആദ്യം കട്ട് ചെയ്യാം. അതിന് ശേഷം ആണ് ഫ്രണ്ട് എടുത്ത് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് നേരെ ചെരിച്ച് വരച്ച ഭാഗത്തേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്യണത്. അതിന് ശേഷം 2 പീസ് എടുത്ത് ഞാനിപ്പോൾ ഇതിങ്ങനെ
വേറെ വേറെ ആയിട്ടാണ്. മോൾ ഭാഗത്ത് ഒരു ഫ്രണ്ടിൽ മാത്രം ഇതേപോലെ 1.25 ഇഞ്ചിലേക്ക് വരച്ച ആ ലൈൻ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, 1/2 ഇഞ്ച് എടുത്തിട്ട് ആ ഭാഗവും കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും വേറെ വേറെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെയും ചെയ്യാം. അപ്പോൾ താഴെ ഭാഗത്തും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ച ഭാഗത്ത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി അതിന് ശേഷം ഈ മടക്ക് ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഫ്രണ്ടിനേക്കാളും 1/2 ഇഞ്ച് കൂടുതൽ വേണം ബാക്ക് സൈഡിൽ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. ലൈൻ വരച്ചതിന് ശേഷം ഈ തുണി നിവർത്തി വെച്ചിട്ട് നമ്മൾ ഈ ലൈനിൻ്റെ ഭാഗം കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാസോ പാൻറ്റാണിത്. അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, തയ്യലിനെ ഇഷ്ടപ്പെടുന്നവർ, തയ്ക്കാൻ അറിയണവർ. അപ്പോൾ ഫ്രണ്ട് പീസ് ഭാഗം ആണിത്, ഇത് ബാക്ക് ഭാഗമാണ്. ഈ ക്രോച്ച് ഏരിയ ബാക്കും തമ്മിലും ഫ്രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാം. അതിന് ശേഷം അത് അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ 2 ഭാഗവും ഇതേപോലെ വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം സൈഡ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഈ ക്രോച്ച് ഏരിയ 2 പോയിൻറ്റും ഒപ്പം ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് 1-2 സ്ഥലത്ത് ഇങ്ങനെ പിൻ ചെയ്തിട്ട് നമുക്ക് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ തയ്യൽ. ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെ ഭാഗം മടക്കി തയ്ക്കുക. എനിക്കിപ്പോൾ ഇവിടെ തുണി കുറവായതുകൊണ്ട് ഞാൻ പീസ് വെച്ച് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മോൾ ഭാഗത്ത് 5.5 ഇഞ്ചിൽ തുണി കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് 2 ഇഞ്ചാണ്, 5 ഇഞ്ചായാലും മതി. അതേപോലെ തുണി ജോയിൻ ചെയ്തെടുത്തിട്ട് നല്ല വശത്തിൻ്റെ കണ്ടോ ഇതേപോലെ നല്ല വശത്ത് തയ്ക്കുക. അതിന് ശേഷം വീണ്ടും മടക്കിയിട്ട് ഒന്നും കൂടെ തയ്ച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 പീസ് ഈ അരവണ്ണം എത്രയാണോ അത്രയും തുണി എടുത്തിട്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിങ്ങനെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ചീത്ത വശത്താണ് ഇത് ആദ്യം നമ്മൾ തയ്ച്ച് വെക്കുന്നത്. ചീത്ത വശവും ഈ പീസിൻ്റെ ഈ ബെൽറ്റിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു. അതിന് ശേഷം ഉൾഭാഗത്തേക്ക് നല്ല വശത്തേക്ക് വീണ്ടും ഒന്ന് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം 1/2 ഇഞ്ച് മടക്കി, അതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കി. അപ്പോൾ 5 ഇഞ്ചിൽ വീതിയിൽ തുണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ 2 ഇഞ്ച് വീതിയിലുള്ള പട്ട റെഡിയായി കിട്ടും. അപ്പോൾ 1.5 ഇഞ്ച് എലാസ്റ്റിക്കാണ്. അപ്പോൾ എലാസ്റ്റിക് കടക്കാനുള്ള അത്രയും ഗ്യാപ്പ് വിട്ടിട്ട് ഇത് ഈ ബെൽറ്റ് തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ അരവണ്ണം എത്രയാണോ അതിനേക്കാളും ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ മൈനസ് ചെയ്തിട്ടാണ് ഞാൻ എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം ഇതാ ഈ ഗ്യാപ്പിൽ കൂടെ തയ്ച്ച് കഴിഞ്ഞിട്ട് ആ ബെൽറ്റ് തയ്ച്ചതിന് ശേഷം ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് എലാസ്റ്റിക് കയറ്റിയെടുക്കാം. ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് അതിന് ശേഷം ഇതേപോലെ ഒരു ഭാഗത്ത് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് 3-4 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഗ്യാപ്പ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പ് വിട്ട ഭാഗം തയ്ച്ചെടുത്തു. അത് ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ എലാസ്റ്റിക് വലിച്ച് എല്ലായിടത്തും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ വലിച്ചു കൊടുക്കാം. അതിന് ശേഷം വീണ്ടും വലിച്ചു പിടിച്ചിട്ട് ഈ എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ തയ്ച്ചു കൊടുക്കാം, 1-2 ഭാഗത്ത്. ഇനി ഇതേപോലെ അടിഭാഗം മടക്കി തയ്ക്കാം. അപ്പോൾ തയ്യൽ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.
എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.